ഉമ്മൻചാണ്ടിയുടെ ആ ആത്മാവ് അദ്ദേഹത്തിന് കനത്ത ഒരു ശിക്ഷ ഇപ്പോൾ കൊടുത്തതായിരിക്കും. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ആ തെറ്റുകൾക്കുള്ള തിരിച്ചടി ചിലപ്പോൾ ഉടനെ അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ കിട്ടും. പ്രണയങ്ങൾ നമ്മൾ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഭാര്യ വന്ന് ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ അത് ഒരു മന്ത്രിക്ക് ഭൂഷണമാണോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതാണെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ കൊണ്ട് വായിക്കൊള്ളില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പം തന്നെ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടടുത്തല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ DYSPയുടെ പുറകെ നടക്കുന്നു, DGPക്ക് പെറ്റീഷൻ കൊടുക്കുന്നു. ഇതാർക്കാണ് കൊടുക്കണ്ടേ? ഇതിവിടുത്തെ ഗവർണർക്കാണ് പരാതി കൊടുക്കേണ്ടത്. ഇതിനു മുമ്പ് സ്വന്തം സഹോദരി, ഇതിനു മുമ്പ് സ്വന്തം മുൻ ഭാര്യ, ഇവരെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി ഇങ്ങനെ ഗണേഷ് കുമാറിനെതിരെ നിന്നു കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്ന ജനത്തിനെ ബുദ്ധിയില്ലാതാക്കുന്നതാണ് എന്ന് നമ്മൾ കണക്കാക്കിയിട്ടിരിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇടതുപക്ഷത്തിന് മറ്റൊരാഘാതമായി മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വലിയ ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റൊരു അവിഹിത ആരോപണമാണ് മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഗണേഷ് കുമാറിനെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടു മറ്റൊരു സ്ത്രീയുമായി. ആ ദൃശ്യങ്ങൾ പകർത്തി തെളിവ് കൈവശം സൂക്ഷിച്ചിട്ടുണ്ട്. തൻ്റെ ഫോൺ തട്ടിപ്പറിക്കുവാനായി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ശ്രമം നടത്തി. എല്ലാത്തിനും തെളിവുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ കാര്യമറിയിച്ചിട്ടുണ്ട്. റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥ ശ്രീലേഖയെ അറിയിച്ചു, സഹായത്തിന് അഭ്യർത്ഥിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയം, അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗണേഷ് കുമാർ വിവാദം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമോ? രാജിയിലേക്ക് നീങ്ങുമോ ഈ വിവാദം? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു സാർ, ഈ വിഷയം കുറച്ച് മുൻപ് നമ്മൾ കേട്ടപ്പോൾ മുതൽ എന്താണ് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, വോട്ടർമാർക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇനി ഒരു മാസത്തിനകം കേരളത്തിലെ ഏതാണ്ട് 2.25 കോടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ അവരുടെ മനസ്സിൽ ചില പിക്ചറുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപകരിക്കും. ഇപ്പം ഇവിടെ ഒരു മത്സരം നടക്കുന്നത് റിയൽ സ്റ്റോറിയും തമ്മിലുള്ളൊരു കോൺട്രാഡിക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ TV കാണുമ്പോൾ ആദ്യം റീൽസ് വരും. ആ റീൽസ് വരുന്നത് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളാണ്. റോഡുകൾ എത്ര മനോഹരം എന്ന് പറഞ്ഞൊരു റീൽ. അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ എത്ര സുരക്ഷിതമായി ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു റീൽ. അത് കഴിഞ്ഞിട്ട് ആശുപത്രികൾ എത്ര ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു റീൽ. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിയൽ സ്റ്റോറിയിലേക്ക് വരുന്നത് എപ്പോഴെന്നറിയാമോ? ഇതേ സാധനം വന്ന് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത കത്രിക വയറ്റിൽപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ പിടയുന്നു, കെട്ടിടം ഇടിഞ്ഞ് തലയിൽ വീണിരിക്കുന്നു. അടുത്തത് റോഡിനെക്കുറിച്ചുള്ള റീൽസിൻ്റെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ന്യൂസ് റീഡർ വായിക്കുന്നു, ഒരു യുവാവ് റോഡിലെ കുഴിയിൽ തട്ടി പിന്നെ സൈഡിലുള്ള ഓട തുറന്നു കിടന്നുകൊണ്ട് അതിനകത്ത് തട്ടി താഴെ വീണ് മരിച്ചിരിക്കുന്നു. ഒരു സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത് പിങ്ക് പോലീസാണ്, അതിന് 112 വിളിക്കൂ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്ന് പറയുമ്പോഴാണ് വേറൊരു കേസ്, ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ 112 വിളിച്ചിട്ട് പിങ്ക് പോലീസ് വന്നിട്ട് അവരെ സംരക്ഷിക്കാതെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഇടപെടാതിരുന്നു. അപ്പോൾ റിയൽ സ്റ്റോറിയും ഏതാണെന്നറിയാതെ കേരളത്തിലെ ജനങ്ങൾ വായും പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത വൈതരണി അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അവർ തീർച്ചയായിട്ടും ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മുടെ വോട്ടർമാർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനെതിരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പരാതി വരുന്നത്. 2013 നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. അന്നത്തെ ഭാര്യ പിന്നീട് വിവാഹമോചിതയായി. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാകുന്നു, ചർച്ച നടക്കുന്നു, തുടർന്ന് രാജിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ആ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു.
നമുക്കറിയാം പിന്നീട് ആ വിഷയത്തെ എങ്ങനെയാണ് ഗണേഷ് കുമാർ നേരിട്ടത് എന്ന്. ഉമ്മൻചാണ്ടിക്ക് എതിരെ പോലും വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം, ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം UDF വിട്ടത്. അതെ. ഈ വിഷയത്തെയും അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് എന്താണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അതല്ലെങ്കിൽ തനിക്ക് പ്രണയമുണ്ട്, 5000 പ്രണയമുണ്ട്. അതെ. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോപിച്ചത് 2000 സ്ത്രീകളോടുമെങ്കിലും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ്. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരിച്ച് എനിക്ക് പ്രണയമുണ്ട്, 5000 സ്ത്രീകളോട് പ്രണയമുണ്ട് എന്നുള്ളതാണ്. വ്യക്തിപരമായ കാര്യങ്ങളെ ഔദ്യോഗിക കാര്യങ്ങളുമായി കൂട്ടി യോജിക്കരുത്, കൂട്ടി വായിക്കരുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ, അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് എനിക്ക് തോന്നുന്നു. വാദങ്ങൾ പലതാണ്. എനിക്ക് 5000 പ്രണയങ്ങളുണ്ടാകാം, പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, പ്രണയമില്ലാത്ത ഇങ്ങനെ പല പ്രണയങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വലിയ വലിയ ആളിലേക്കാണ് ഉദ്ധരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു, രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, പിന്നെ വാജ്പേയിക്ക് പ്രണയമുണ്ടായിരുന്നു, മാധവിക്കുട്ടിക്ക് നിരവധി പ്രണയങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ആരും പിന്നെ പൊതുവേദിയിൽ വന്ന് അവരുടെ കവിതാക്കളാരും വഞ്ചിച്ചതായിട്ട് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതുണ്ടെങ്കിലല്ലേ വിഷയം വരുള്ളൂ. അല്ലാതെ പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഷാജഹാന് മുംതാസ് മഹലുമായിട്ട് പ്രണയമായിരുന്നു. ഇതൊക്കെ അദ്ദേഹം പിന്നെ AD 1500 ചില്ലാനും വർഷങ്ങളിലേക്കൊക്കെ വന്ന് ആണ് ഈ കഥകൾ പറയുന്നത്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. ഇങ്ങനെ പ്രണയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രണയങ്ങൾ നമ്മൾ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഭാര്യ വന്ന് ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ അത് ഒരു മന്ത്രിക്ക് ഭൂഷണമാണോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷയം നമുക്ക് പരിഗണിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഒരു മന്ത്രിയുടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, അദ്ദേഹം മർദ്ദിച്ചു തന്നെ, അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 മാസമായി അകന്നാണ് കഴിയുന്നത്. ഈ പ്രസ്തുത സംഭവം നടക്കുന്ന ദിവസം അങ്ങോട്ടേക്ക് പോയപ്പോൾ അകത്ത് കയറാൻ ഭയമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ മർദ്ദനമേറ്റതിൻ്റെ ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാര്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമോ എന്ന് ചിലരൊക്കെ മറുവശത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം വളരെ ശക്തമായ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ കൊണ്ട് വായിക്കൊള്ളില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പം തന്നെ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടടുത്തല്ല റിപ്പോർട്ട് ചെയ്യിക്കുന്നത്. അവർ DYSPയുടെ പുറകെ നടക്കുന്നു, DGPക്ക് പെറ്റീഷൻ കൊടുക്കുന്നു. ഇതാർക്കാണ് കൊടുക്കണ്ടേ? ഇതിവിടുത്തെ ഗവർണർക്കാണ് പരാതി കൊടുക്കണ്ടേ. ഗവർണറെ കൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ ഓർഡർ ഇടേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും സുരക്ഷിതത്വം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലല്ലേ കൊണ്ടുവരണ്ടേ? ആദ്യം അദ്ദേഹത്തിനോടല്ലേ ഇത് ആവശ്യപ്പെടേണ്ടത്? അദ്ദേഹമല്ലേ ഇത് പിന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്ററോട് ചോദിക്കേണ്ടത്? സർക്കാരിൻ്റെ വിഷയങ്ങളിൽ വേണ്ട പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. ആയിരിക്കാം. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അത് സ്വന്തം ഭാര്യ തന്നെ അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങളിൽ ഇരയായി നിന്നു കൊടുക്കുമെന്നാണോ അദ്ദേഹം പറയുന്നത്? അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് സ്വന്തം ഭാര്യ, ഇതിനു മുമ്പ് സ്വന്തം സഹോദരി, ഇതിനു മുമ്പ് സ്വന്തം മുൻ ഭാര്യ, ഇവരെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി ഇങ്ങനെ ഗണേഷ് കുമാറിനെതിരെ നിന്നു കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം പിന്നെ ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്ന അത് ജനത്തിനെ ബുദ്ധിയില്ലാതാക്കുന്നതാണ് എന്ന് നമ്മൾ കണക്കാക്കിയിട്ടിരിക്കുന്നു. ജനം അത്ര ബുദ്ധിയില്ലാത്തവരാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കരുത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ ആത്മാവ് അദ്ദേഹത്തിന് കനത്ത ഒരു ശിക്ഷ ഇപ്പോൾ കൊടുത്തതായിരിക്കും. നമ്മൾ ഈ യൂണിവേഴ്സൽ എനർജി എന്ന് പറയും, നമ്മുടെ ഒരു ആത്മീയ ശക്തി ഈ ലോകത്ത് നിലനിൽപ്പുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ആ തെറ്റുകൾക്കുള്ള തിരിച്ചടി ചിലപ്പോൾ ഉടനെ അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ കിട്ടും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഴുവൻ ഇമേജും തകർത്ത ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തിന് നേരിട്ടറിയാം. അദ്ദേഹം നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തള്ളിയാൽ അദ്ദേഹം 3 കരണം മറിഞ്ഞ് വീഴുമായിരുന്നു. ആ വിധത്തിൽ അദ്ദേഹത്തിന് കാലിന് പരിക്കേറ്റ് ഗുരുതരമായ തൊട്ടാൽ മറിഞ്ഞു വീഴും. ആ വിധത്തിലാണ് അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹം അജാനബാഹുവായ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുക, അതിന് കേസ് കൊടുക്കുക, ആ കേസിൻ്റെ പിന്നിൽ ഇദ്ദേഹമായിരുന്നു, ഗണേഷ് കുമാർ ആണെന്ന് പലരും പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പലതും മുൻകാലങ്ങളിൽ നടന്നത് പലതും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രേതത്തെ പോലെ വരുന്നു എന്നുള്ളത്
കാണിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് ന്യായം പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടം ചോദിക്കുകയാണ്, എന്നെ ഒരു ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു രാജ്യത്ത് നിന്ന് ഒരു ഇമെയിൽ അയച്ചതിൻ്റെ പേരിൽ രാത്രി 12 മണിക്ക് ഇവിടുത്തെ പോലീസ് SIT രൂപീകരിക്കുന്നു, മുഖ്യമന്ത്രി നേരിട്ട് SIT രൂപീകരിക്കുന്നു. എന്നിട്ട് ആ പോലീസുകാരെല്ലാം കൂടെ രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നു 12 മണിക്ക് ഒരു പ്രൈവറ്റ് ഹോട്ടലിൽ വന്നിട്ട് ആ വാതിലടിച്ച് പൊളിച്ചിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ പരാതിപ്പെട്ടിട്ട് ആ മന്ത്രിയുടെ ഭാര്യ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പരാതിപ്പെട്ടു എന്നാണ്. എന്നിട്ടും ഒരു നടപടി ഇല്ലല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു 30 ദിവസം തികച്ച് വോട്ട് ചെയ്യാൻ ബാക്കിയില്ലാത്തപ്പം ചെന്ന് വീഴുന്നത് വീണ്ടും അയ്യപ്പ കോപമോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിൻ്റെ കോപമോ ഒക്കെ ഈ വ്യക്തികളെ ഇങ്ങനെ നിഴൽ പോലെ പിന്തുടരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇത് എടുക്കുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ അവർ ഏത് രീതിയിലായിരിക്കും സമീപനം നടത്തുക? ഇത് വോട്ടിങ്ങിനെ സ്വാധീനിക്കുമോ? എൻ്റെ ചോദ്യമാണ്, എൻ്റെ സംശയമാണ്. അതായത് ഇത്രയും നന്നായി പെർഫോമിംഗ് മിനിസ്റ്ററാണ് അദ്ദേഹം. പൊളിഞ്ഞ് പാളീസായിരുന്ന KSRTC അദ്ദേഹം പൊക്കിയെടുത്തുകൊണ്ട് വന്നത് നമ്മൾ കണ്ടതാണ്. ആസ് എ പ്രൊഫഷണൽ അല്ലെങ്കിൽ അദ്ദേഹം ആസ് എ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. KSRTCയെ വലിയ രീതിയിൽ വരുമാനമുള്ള ഒരു വകുപ്പായി അദ്ദേഹം കൊണ്ടുവരികയാണ്. ശമ്പളം മുടങ്ങിയിരുന്നതിൻ്റെ തുടർക്കഥകൾ നമ്മൾ തന്നെ പറഞ്ഞതാണ് ജനങ്ങളോട്. അതൊന്നും തന്നെ ഇപ്പോൾ കേൾക്കുന്നില്ല. ആ വകുപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ എന്ന പ്രതിച്ഛായ ഒരു വശത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ മറുവശത്ത് നിൽക്കുന്നു. ജനങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൺസിഡർ ചെയ്യുക? ഞാനിപ്പോൾ നോക്കിയിട്ട് ഈ യൂത്തിന് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ യുവാക്കൾക്കാർക്കും അതൊരു പ്രശ്നമല്ല, അതൊക്കെ അങ്ങനെ നടക്കും, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ യൂത്ത് മാത്രമല്ല ഇവിടുത്തെ വോട്ടർമാർ. ഇവിടുത്തെ വലിയ ഒരു വിഭാഗം വോട്ടർമാർ ഒരു സീനിയർ സിറ്റിസനായിട്ടുള്ള ഒരു വലിയ വിഭാഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വോട്ടർമാർ. അവരിപ്പോഴും ഈ മൂല്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും അത് ഒരാളുടെ വ്യക്തിത്വത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അവരിൽ ഇത് വേറൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ജെൻസി പിള്ളേർ ചിലപ്പോൾ പറഞ്ഞേക്കാം അതൊക്കെ 5000 പ്രേമങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞാൽ 6000 ആയിക്കൊള്ളട്ടെ എന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അത് ചില ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ചില സിനിമയും നാടകവും ഒക്കെ കണ്ടിട്ട് അവർക്ക് തോന്നുന്ന ചില ഭ്രമങ്ങളും പ്രതിഭാസങ്ങളുമായിരിക്കും. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴാണ് ഇവരിത് അറിയുന്നത്. അല്ല, ഇത്തരക്കാരെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്ന് പറയില്ലേ? സ്വന്തം ഭർത്താവ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പല സ്ത്രീകൾക്കും വിഷമം വരുന്നത്. വല്ലവരും ചെയ്യുമ്പം കൊള്ളാമെന്ന് പറയും. എൻ്റെ ഭർത്താവ് ആരെയും ഒന്നും ചെയ്യാം. പണ്ട് സുകുമാർ അഴീക്കോട് പറയും, ഈ സ്ത്രീകളെല്ലാം ഉണ്ട്, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും കാണിച്ചാലും അങ്ങേരെ അതൊക്കെ പറഞ്ഞാലും ആൾ നല്ല മനുഷ്യനാണെന്ന് പറയും. പക്ഷേ സ്വന്തം ഭർത്താവ് അപ്പുറത്തെ ആളിനെ ഒന്ന് നോക്കിപ്പോയാൽ ഇവിടെ അന്ന് ചട്ടിയും കലവും ഉടച്ച് വെള്ളം തുടങ്ങിയിരിക്കും, അയാളെ തേജോവധം ചെയ്തിരിക്കും എന്ന് പണ്ട് കല്യാണം കഴിക്കാത്ത സുകുമാർ അഴീക്കോട് തമാശ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊരു വാസ്തവമാണ്. ആ രീതിയിൽ ഓരോരുത്തർക്കും അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ ഞാൻ അങ്ങ് തന്നെ പറഞ്ഞൊരു പോയിന്റിലേക്ക് വീണ്ടും തിരികെ പോവുകയാണ്. ഈ ജെൻസി അല്ലെങ്കിൽ യുവതലമുറ ഇപ്പോൾ പലപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ള പലരെയും അവർ വിടാതെ പിന്തുടരുന്നുണ്ട്. ഒരു കാരണവശാലും അവർ അൺഫോളോ ചെയ്യുന്നില്ല. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടവർ അവരൊന്നും തന്നെ അവരുടെ ഇഷ്ടക്കേടിലേക്ക് മാറിയിട്ടില്ല. അവരുടെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അവരുടെ മനസ്സിൽ തന്നെയാണ് അവരുള്ളത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ അവർ വകവയ്ക്കുന്നില്ല എന്ന് വേണം അങ്ങ് പറഞ്ഞതുപോലെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത് റീൽസിലാണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയാണ് ഇറക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തട്ടിപ്പൊളിപ്പൻ ഡാൻസ്, പാട്ട്, കൂത്ത് ഇതെല്ലാം നടത്തി വേടൻ്റെ പരിപാടിയൊക്കെ നടത്തി കഴിയുമ്പോൾ കേരള സ്റ്റോറി ജനങ്ങൾ ഇങ്ങനെ ധരിച്ചുകൊള്ളും, അങ്ങനെ ഞങ്ങൾ കോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത്. PR റീൽസ് മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിലേക്കുള്ള തള്ളിക്കയറ്റമല്ല, തകർത്തെറിയാൻ വേണ്ടിയുള്ള ഒരു തള്ളിക്കയറ്റം. അതെ, ഞാനിത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് യുവാക്കൾ എങ്ങനെ കരുതുന്നില്ലേ? യുവാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ഇത് മറ്റൊരാൾ കാണുമ്പോൾ രസമാണ്. അതെ, സ്വന്തം കുടുംബത്തിൽ സ്വന്തം ജീവിതത്തിൽ ഇത് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ കുടുംബ കോടതിയിൽ പോയി ഞാൻ ദിവസവും ഈ പിക്ചർ കണ്ടിട്ടുണ്ട്. അവിടെ കരഞ്ഞുകൊണ്ട് വരുന്ന, ഇന്നലെ കല്യാണത്തിന് കഴിഞ്ഞ കുട്ടി ഇന്ന് വന്നിട്ട് കരയുന്നു, ഭർത്താവ് എന്നോട് ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ മോശമായി പെരുമാറി.
1 മാസം 2 മാസം കഴിയുമ്പോൾ അയാൾക്ക് വേറെ 3 ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ അത് റിയാലിറ്റിയും റീൽസും തമ്മിൽ നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു വലിയ വിഷയമുണ്ട്. അതാണ് വലിയ വിഷയം. നിങ്ങൾ ഈ കുട്ടികൾ നേരെ പോകേണ്ടത് കുടുംബ കോടതികളാണ്. ഒരു കുടുംബ കോടതി ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഇന്ന് 7 കുടുംബ കോടതികളാണ്. ഈ കുടുംബ കോടതികളിലെല്ലാം ഇഷ്ടം പോലെ കേസാണ്. എന്നോട് ഈ പ്രൊഫഷണൽ കയറിയപ്പോൾ ഒരാൾ പറഞ്ഞത് നിങ്ങൾ 2 കേസ് എടുക്കാവൂ, ഒന്ന് ആക്സിഡൻറ്റ് ക്ലെയിം, രണ്ടാമത്തേത് കുടുംബ കോടതി. ഇപ്പോൾ ആക്സിഡൻറ്റ് ക്ലെയിം അത്രയും ചാൻസ് ഇല്ല, കാരണം ഈ രോഗിയുടെ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാലൊടിഞ്ഞതിനും കൈ ഒടിഞ്ഞതിനും കിട്ടുന്നതിൻ്റെ ഒരു വലിയ വിഹിതം വക്കീൽ കൊണ്ടുപോവാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തേതാണ് ഈ കുടുംബ കോടതി. കണ്ണീരിൻ്റെ പണം. ഞാൻ കണ്ടതാണ്, ഒരു വക്കീൽ ഭാര്യ, ആ സ്ത്രീ പറയുകയാണ് അവർക്ക് ഇതെല്ലാം കോടതി ഉത്തരവിട്ട് ഇവരുടെ വീടും കുടുംബവും എല്ലാം ഈ സ്ത്രീക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സ്ത്രീ ഇറങ്ങിയിട്ട് പറയുകയാണ്, വക്കീലിനോട് പറയുകയാണ്, എനിക്ക് അവൻ്റെ ഒരു സാധനവും വേണ്ട, അവിടെ കിടക്കുന്ന എല്ലാം ഞാൻ എടുത്ത് പറമ്പിലെറിയുമെന്ന് പറഞ്ഞു. വക്കീൽ പറയാണ്, അത് ചെയ്യണ്ട, ഞാൻ വണ്ടി വിടാം, ഞാൻ വന്നെടുത്തോളാം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV എല്ലാം ഇയാൾ അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് ഈ ലോകം. നമ്മുടെ കുട്ടികൾ ഇത് കാണേണ്ടതാണ്, കണ്ടു പഠിക്കണം. എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇപ്പോൾ പണ്ട് പറയും നിങ്ങൾ ഒന്നുകിൽ ഒരു ജയിലിൽ പോകണം, അല്ലെങ്കിൽ ക്യാൻസർ സെൻറ്ററിൽ പോകണം, പിന്നെ നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് അറിയാനെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറയില്ലേ. ഞാൻ പറയുന്നത്, നിങ്ങൾ റിയൽ ലൈഫ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കുടുംബ കോടതിയിൽ അരമണിക്കൂർ പോയി ഇരിക്കണം. അമ്മമാരും അച്ഛന്മാരും വന്ന് വെളിയിൽ നിന്ന് കരയുന്നു, പെൺകുട്ടികൾ അവിടെ നിന്ന് കരയുന്നു, ജഡ്ജിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന് വേണ്ട, അവന് വേറെ ഇതുപോലത്തെ 10 ബന്ധമുണ്ട്, മറുവശത്തുമുണ്ട്, മറുവശത്തുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ പറ്റുന്നത്? കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു. അതെ, ശിഥിലമായ കുടുംബങ്ങൾ സമൂഹത്തിനൊരു പ്രശ്നമാണ്. അത് സമൂഹത്തിനെ തന്നെ കൊണ്ടുപോവാണ്. അടുത്ത തലമുറയ്ക്ക് പ്രശ്നമാണ്. അതെ, കൊച്ചു കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് നടക്കുകയാണ്. എവിടെയെങ്കിലും കൊണ്ട് ഹോസ്റ്റലിലോ എവിടെയെങ്കിലും ആക്കി പഠിപ്പിക്കുന്നു. അവരും ഇതുപോലത്തെ റിവെഞ്ചുമായിട്ടാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഓഫീസിലെ ഒരാളെ അറിയാം. അയാൾ ഇതുപോലെ മഹാ കുഴപ്പക്കാരനായിരുന്നു. അയാൾ അവസാനം പിന്നെ ഭാര്യയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു, ഇരുന്ന് മദ്യപാനം. എന്നിട്ട് അയാൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇയാൾ മരിച്ചുപോയി, ലിവർ സോഴ്സ് നിന്ന് മരിച്ചു. അയാൾക്ക് അവിടെ തന്നെ ജോലി കൊടുത്തു. ഒറ്റ കുട്ടിയേ ഉള്ളൂ, മകന് ഈ അവിഹിത ബന്ധത്തിലുണ്ടായ മകന് ഇവിടെ ജോലി കിട്ടി. ആ ജോലി കിട്ടിയ ചെറുക്കൻ അവിടെ ഇരുന്ന് അവൻ കാണിച്ചത് ഇതേ പകയാണ്. അച്ഛൻ എന്ത് ചെയ്തു അതാണ് ഡിറ്റോ ആയിട്ട്. കാരണം ഇവൻ ഇതാ കണ്ടിരിക്കുന്നത്, അമ്മയെ രാത്രി മർദ്ദിക്കുന്നതും അമ്മയെ വിവസ്ത്രയാക്കി പിന്നെ പെരക്കി വിട്ടിട്ട് ഓടിക്കുന്നതൊക്കെ കണ്ട് ഈ കുട്ടി അന്തം വിട്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയിൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അവൻ അവസാനം ഈ സർക്കാർ സർവീസിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് എത്ര സസ്പെൻഷൻ വാങ്ങിച്ചെന്നാണ് അയാൾക്ക് സർവീസിലെ ഏറ്റവും ടോപ്പിലെത്തേണ്ട ആളായിരുന്നു. സസ്പെൻഷൻ തന്നെ ഇഷ്ടം പോലെ കിട്ടി. ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് പറയുന്നു ആൾക്കാർ. ഇത് നമ്മളെ കാണിക്കുന്നത് എന്താണ്? ഈ റിയൽ ലൈഫും നമ്മുടെ കുട്ടികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇതൊക്കെ എന്താ 5000 പ്രണയം, എന്ത് കുഴപ്പം, എങ്കിലേ മന്ത്രിയാവുള്ളൂ, നമ്മുടെ ഒന്നാന്തരം രോമാഞ്ചം ജനിപ്പിക്കുന്ന മന്ത്രിയാകണമെങ്കിൽ 5000 പ്രണയം വേണമെന്ന് പിള്ളേർ പറയും. അല്ലെങ്കിൽ MLA ആകണമെങ്കിൽ, കലാകാരനാകണമെങ്കിൽ, സാഹിത്യകാരനാകണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ, സ്വന്തം മക്കൾക്ക് വരുമ്പോൾ, സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾ ഗതിയില്ലാതെ കിടന്ന് അലയുമ്പോൾ, അപ്പോഴാണ് നമ്മളിതിൻ്റെ റിയൽ ലൈഫിലേക്ക് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അതെ, ഇതിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് സാർ. ഈ മൊറാലിറ്റി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നില്ലെങ്കിൽ, ഇത് മൊറാലിറ്റിയാണ് എന്ന് നമ്മുടെ മന്ത്രിമാർ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, MLA കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, സ്കൂൾ അധ്യാപകർ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, പിന്നെ കോളേജ് അധ്യാപകർ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ, അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ ആയിരിക്കണം, മന്ത്രിമാർ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പണ്ടേ മുതൽ പറയുന്നത്. ഒരു റോൾ മോഡൽ നമുക്ക് വേണം. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വ്യഭിചരിക്കുന്ന മന്ത്രി, കൂത്താടുന്ന ഗുരുനാഥൻ, പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറ് തന്നെ കുട്ടിയെ പീഡിപ്പിക്കുന്നു. ഈ സമൂഹത്തിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക? ആരാണ് നമ്മുടെ റോൾ മോഡൽ? ഇപ്പം നമ്മൾ ഞാനതാ പറഞ്ഞു, ഒരു അച്ഛൻ അവിഹിത, ഞാനിത് റിയൽ കണ്ട ഒരു സാധനമാണ് പറയുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ എൻ്റെ സർവീസിലുള്ള, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത് മനസ്സിലാവും ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഒരാൾ അയാളുടെ ഭാര്യയുമായിട്ടുള്ള അവിഹിതമായ, ഭാര്യ ഇരിക്കുക വേറൊരാളായിട്ട് അവിഹിത ബന്ധം, ഭാര്യയെ എന്നിട്ട് മർദ്ദിക്കുന്ന പ്രശ്നം, ഇതെല്ലാം കുട്ടി കണ്ട് അവസാനം അവൻ അതേപോലെ ആയി തീർന്നു. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി എങ്ങനെ ചെയ്യുന്നത് കൊള്ളാം, MLA ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം,
സിനിമാ നടൻ ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം, സാമൂഹ്യ നേതാവ് ഇങ്ങനെ, സാമൂഹ്യ പ്രവർത്തനം ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം, അധ്യാപകൻ ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം, പീഡിപ്പിക്കുന്നതിൽ എന്ത് കുഴപ്പം, അധ്യാപകർ കുറച്ച് ഞങ്ങളെ പീഡിപ്പിച്ചോട്ടെ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ വരുന്ന ഒരു കാലത്ത് നമ്മൾ അന്തം വിട്ടു പോകും. പണ്ടൊരു സിനിമ ഇറങ്ങിയ, ഭരതൻ ഇറക്കിയ ഒരു സിനിമയാണ്, ഒരു പ്രൊഫസർ ഒരു പിന്നെ കോളേജ് പിന്നെ നമ്മുടെ ഗോപിയുടെ ഒരു സിനിമയായിരുന്നു. പ്രൊഫസറായിട്ട് അഭിനയിക്കുന്നു, ഒരു പെൺകുട്ടി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയെ അദ്ദേഹം പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു. ആ സിനിമയെക്കുറിച്ച് എന്ത് എതിർപ്പാണെന്നുള്ളവർ പറഞ്ഞെന്നറിയാം. അത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിനിമ ഇറക്കാൻ പാടില്ല എന്ന്. കാരണം അൺവാണ്ടഡ് ഒരു റോൾ മോഡൽ കൊടുക്കുകയാണ് എന്നാ പറയുന്നത്. ഇത് നമുക്കിപ്പോൾ കാണുമ്പോൾ കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ ഇത് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പം സമൂഹം ശിഥിലമാവുകയാണ്. ഈ ജെൻസി ദുഃഖിക്കുന്ന കുട്ടികളെ ജെൻസി ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മനോഭാവം അവരുടെ അടിമുടി പ്രവർത്തനങ്ങളിലും ചിന്തയിലും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെയധികം അതായത് ഏത് കാര്യത്തിലാണെങ്കിൽ തന്നെയും പണ്ടൊക്കെ ആണെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, അധ്യാപകരോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നൊക്കെ നമുക്കൊരു മാതൃകാപരമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിക്ക് അപ്പുറത്തേക്ക് അധികമാരും പോയിട്ടില്ല. അവർ ഗുരുക്കന്മാരെ ബഹുമാനിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യും, അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇന്ന് മാതാപിതാക്കളോട് പറയുന്നത് ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങളതിൽ ഇടപെടേണ്ടതില്ല. ഇത് സിനിമയിലും ടി വിയിലും നാടകത്തിലും ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെ, മറ്റു ചില കുട്ടികൾ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പിന്നെ കോളേജ് ചെല്ലുമ്പം പിന്നെ യൂണിയൻ നേതാക്കൾ ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂളിൽ ചെല്ലുമ്പം തന്തയും തള്ളയൊക്കെ പോകാൻ പറ, എന്നിട്ട് ഇവിടെ വാ, പന്നിക്കുഴി കിടക്ക്, ഇതാ കഞ്ചാവ് തരാം, അല്ലെങ്കിൽ ഡ്രഗ്സ് തരാം, അടി, എന്നിട്ട് 4 ഡാൻസ് കളിക്ക്. ആദ്യം ഡാൻസ് കളിക്കും, പിന്നെ ഇത് വയലൻ്റായിട്ട് കുഴപ്പങ്ങളിലേക്കാണ് പോകുന്നത്. ഈ കുഴപ്പങ്ങൾ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? ഇത് അവസാനം ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും പിന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് സെക്സ് നടത്തുന്നതിൻ്റെയും ഫലമായിട്ട് ഇന്ന് പല കോളേജുകളും എയ്ഡ്സ് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിന്ന് ഇവിടുത്തെ ഇതിന് മുമ്പത്തെ ഇരുന്ന് ജില്ലാ കളക്ടറോട് പറഞ്ഞു, എയ്ഡ്സ് പരിശോധന എല്ലാ കോളേജിലും കർക്കശമാക്കണം. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളതാണ്, നിങ്ങൾ ജാതകം നോക്കിയില്ലെങ്കിലും എയ്ഡ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാവൂ എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇത് വളരെ വ്യാപകമായിരിക്കും, യുവജനങ്ങൾക്കിടയിൽ ഇത് വലിയൊരു വിഷയമായിട്ടുണ്ട്. എയ്ഡ്സ് സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ്, സാറേ ഇതിപ്പോൾ പണ്ടത്തെക്കാൾ കൂടി, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന് ഒരുപാട് പ്രചരണം ഉണ്ടായിരുന്നു. എയ്ഡ്സ് വന്നാൽ രക്ഷയില്ല, മറ്റേ മറിച്ചതാണ്, അതുകൊണ്ട് അഭിലഷണീയമായ ബന്ധങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ജനത്തിന് ഇതൊന്നും ഒരു വിലയില്ല. വെറും നമ്മൾ പിന്നെ ചായ കുടിക്കുന്ന പോലെ, പണ്ട് നായനാർ പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെയാണ് അമേരിക്കയിൽ ബലാത്സംഗം ചെയ്യുന്നതെന്ന് പണ്ട് നായനാർ പറഞ്ഞു. അതുപോലെയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ആളിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഒരു എയ്ഡ്സ് വന്നാലത്തെ അവസ്ഥ എന്നാലും ചോക്ക്, വേറെ ഒരു പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയിട്ട് ഇവർ വിവാഹം കഴിക്കുന്നു. അവരും പിന്നെ അതിൻ്റെ അടുത്ത തലമുറ, ജനിക്കുന്ന കുട്ടികൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ ആയി പോകുന്നത്. ആ കുടുംബം മുഴുവൻ ഇതുകൊണ്ട് തകരുകയല്ലേ ചെയ്യുന്നത്. അതെ, ഈ അവസ്ഥയിലേക്ക് ജൻസികൾ ആലോചിക്കാതെ ചെന്ന് ചാടുകയാണ്. ഇവരിതിനെല്ലാം യെസ് വെരി ഗുഡ് എന്ന് തമ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മൊറാലിറ്റിക്ക് വിലയില്ല എന്ന് ജൻസികൾ ധരിപ്പിക്കുന്ന മന്ത്രിമാർ, MLA മാർ, കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകരൊക്കെ, യൂണിയൻ നേതാക്കൾ ഒക്കെ ഇതുകൂടെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ തലമുറ ശിഥിലമായിരിക്കുന്നു. രാഷ്ട്രീയക്കാരനത് നോക്കാനുള്ള, പണ്ടത്തെ രാഷ്ട്രീയക്കാർ ഇതൊക്കെ നോക്കുമായിരുന്നു. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് വലിയ നല്ല മന്ത്രിമാരെ കണ്ടതാണ് ഞാൻ. അല്ല സാർ, ഈ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ മന്ത്രിമാരിൽ എത്ര പേർക്ക് ജനങ്ങളോട് ചെന്ന് നിന്ന് പറയാൻ സാധിക്കും, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ അഴിമതി കാണിക്കരുത്, നിങ്ങൾ കക്കരുത്, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ എത്ര മന്ത്രിമാർക്ക് ആർജവമുണ്ടാകും? ആർജവം ഇല്ലെന്ന് മാത്രമല്ല, അവർ കോളേജ് സ്റ്റുഡൻ്റായിട്ട് വരുന്ന പാർട്ടി സ്റ്റുഡൻസിനോട് നാളെ MLA ആവാനുള്ള, മന്ത്രിയാവാനുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നേരെ തിരിച്ചാണ്. കള്ളം കാണിക്കണം, നിങ്ങൾ പിന്നെ കള്ളം പറയാത്തവനെ, പിന്നെ തെറ്റ് ചെയ്യാത്തവനെ തെറ്റ് ചെയ്തവനായി വരുത്തി അപമാനിക്കണം. അങ്ങനെ മാന്യനെ ഇവിടുന്ന് അപമാനിച്ച് ഓടിക്കണം. ഒരു തെറ്റും ചെയ്യാത്തവരെ നമ്മുടെ ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് ഒരു സ്ത്രീപീഡന ആരോപണം ഉന്നയിപ്പിക്കണം, എന്നിട്ട് അവനെ കള്ളക്കേസ് കൊടുക്കണം, എന്നിട്ട് അവനെ ഓടിക്കണം, എന്നിട്ട് നീ ഇലക്ഷനിൽ നിന്ന് ജയിക്കണം. കള്ളപ്പണം എങ്ങനെയൊക്കെ കിട്ടുമോ അതെല്ലാം വാങ്ങിച്ച് പ്രചരണം നടത്തണം, കള്ളപ്രചരണങ്ങൾ നടത്തി നേതാവായി വരണം എന്ന് നമ്മുടെ മന്ത്രിമാർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അതല്ലേ നമ്മുടെ കോളേജ് ബന്ധങ്ങൾ ശിഥിലമായി പോയെന്നേ. ബന്ധങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിലെ മൂല്യം എന്താണ്? കുറച്ച് ബന്ധങ്ങളാണ്, സ്നേഹമുള്ള കുറച്ച് ബന്ധങ്ങൾ. സ്നേഹമില്ലെങ്കിൽ ആത്മഹത്യയാണ് അടുത്തത് നടക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ദിവസം ആത്മഹത്യ നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ആരും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ആത്മഹത്യ നടക്കുന്നത്? ലിയോ എന്ന് വീട്ടിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയോ ഒരു കുഞ്ഞോ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെള്ളം അടിച്ചുകൊണ്ട് കിടക്കാമെന്ന് വിചാരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കും, ഇല്ലേ?
ഞാനും ലിയോയും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും വീട്ടിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹിക്കുന്ന ആരോ അവിടെ ഉള്ളതുകൊണ്ടാണ്. അതെ, അതില്ലാത്ത അന്ന് നമ്മൾ ആത്മഹത്യ ചെയ്യും. സ്നേഹം അവസാനിക്കുന്നിടത്ത് ജീവിതം അവസാനിക്കും. യെസ്, ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ 1000 പ്രണയം 5000 പ്രണയം അതൊരു മന്ത്രിയുടെ ക്രെഡിറ്റ് ആണെങ്കിൽ ഈ സമൂഹം നശിച്ചു എന്ന് നമ്മൾ വിധി എഴുതേണ്ടിയിരിക്കുന്നു. യെസ്. ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയത്തിന് ഉള്ള ഒരു നൈതികത, ഒരു മൂല്യം അത് തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് തലപ്പത്തിരിക്കുന്നവരാണ്, അതിന് നേതൃത്വം നൽകുന്നവരാണ്. സർക്കാരാണെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്നവർ, പാർട്ടിയാണെങ്കിൽ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവർ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രോങ് ആക്ഷൻ ഈ സാഹചര്യത്തിൽ മിനിസ്റ്റർ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് യാതൊരു പിന്നെ എന്താ ഒരു നയപരമായോ അല്ലെങ്കിൽ ഭരണപരമായോ അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കോടതിയിലല്ല കൊടുക്കേണ്ടത്, ഇത് ആദ്യം ഗവർണർക്കാണ് ഈ പെറ്റീഷൻ കൊടുക്കേണ്ടത്. ഗവർണറെ കൊണ്ട് ചോദിപ്പിക്കണമായിരുന്നു മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ഈ മന്ത്രിയോട്, ഇങ്ങനെ അവിഹിതം ചെയ്ത ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കാമോ എന്ന് ചോദിപ്പിക്കണ്ടേ? അതെ, അത് എവിടെയാണ് അതിൻ്റെ പെറ്റീഷൻ കൊടുക്കേണ്ടത്? DGP കാണോ പെറ്റീഷൻ കൊടുക്കേണ്ടത്? DGP അവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന പാവം. അല്ല, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി നീങ്ങാൻ താൻ തയ്യാറല്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്തേക്ക് സമയമുണ്ട്, എല്ലാവരും കൂടെ കയറി ചെന്ന് അവരെ ഒന്നുകൂടെ പീഡിപ്പിക്കും അല്ലെങ്കിൽ പേടിപ്പിക്കും. നിങ്ങളിങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്, അയ്യോ ഭയങ്കര കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്നേരത്തെ ദേഷ്യത്തിന് വന്ന ഒരു ചെറിയ എൻ്റെ ഒരു വാക്ക് പിഴ അല്ലെങ്കിൽ നാവ് പിഴ, അതുകൊണ്ട് ഞാൻ 112 എടുത്ത് വിളിച്ചു പോയി, 112 അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കുമെന്ന് പറഞ്ഞാൽ തീർന്നു, നിയമപരമായി തീർന്നു. പക്ഷെ ധാർമ്മികമായി തീരില്ല. അതെ, ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇപ്പോൾ വർക്ക് ചെയ്ത പോലെ ഇനിയും പലതും വർക്ക് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കും, നമ്മൾ പറയും സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാനൊക്കില്ല എന്ന്. അതുപോലെ അമാവാസിയെ ടോർച്ചടിച്ചും വെട്ടത്തിലാക്കാൻ പറ്റില്ല. എത്ര ടോർച്ചടിച്ചാലും അമാവാസിയായിട്ട് അവിടെ നിൽക്കും. ഇരുട്ടിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ ലോകത്ത് ചുറ്റി നിൽക്കുമ്പോൾ ഈ ലോകം അന്ധകാരത്തിലായി പോകും. ആ അന്ധകാരം മാറ്റാനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ രാഷ്ട്രീയക്കാരനും ശ്രമിക്കേണ്ടതിന്. അതിന് ധാർമ്മികതയുടെ ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പില്ലാത്ത നേതാക്കളാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ശാപം. അത് കണ്ട് കൈയടിക്കുന്ന ഒരു ജൻസിയുണ്ട്. ആ ജൻസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേറെ എവിടെയും പോകരുത്, കുടുംബ കോടതിയിൽ പോയി കാണുക. ആ വിധി നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും വരണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിശ്ചയിച്ച് പ്രവർത്തിക്കുക. 1 മാസത്തിനകം വോട്ട് ചെയ്യാൻ പോവുകയാണ്. വോട്ട് നിങ്ങൾ റീൽസ് കണ്ട് ചെയ്യരുത്, റിയാലിറ്റി കണ്ട് ചെയ്യുക. ഈ അരി ചോറ് വെന്തോന്ന് ഒരു കണിക എടുത്ത് ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതി അല്ലേ എന്തോന്നറിയാൻ. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ വികസനം വന്നിട്ടുണ്ടോ എന്നറിയാൻ ഇറങ്ങി നടക്കുക. നല്ല റോഡുകളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ റീൽസുമായിട്ട് നിങ്ങൾക്ക് താതാത്മ്യപ്പെടിക്കും. പോവുക അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റൽ ഭംഗിയായി സിനിമയിൽ കണ്ട റീൽസ് കണ്ട പോലെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം അത് ശരിയാണ്. ഇതുപോലെ ഓരോന്നും നിങ്ങൾ ഇലക്ഷന് മുമ്പ് ഒരു ദിവസം അരമണിക്കൂർ വീതം ഓരോ സ്ഥലത്തും പോയി ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളുടെ വോട്ട് നാളത്തെ തലമുറയ്ക്ക് പ്രയോജനമുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ ആ വോട്ട് പാഴാകും. ആ വോട്ട് പാഴാക്കിയാൽ അടുത്ത 5 വർഷം കൂടെ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം പണി തരുന്ന ഒരു സർക്കാർ വന്നു ചേരും. ആ സർക്കാർ വീണ്ടും നിങ്ങളുടെ ജീവിതം ദുരന്തപൂർണ്ണമാക്കും. യെസ്. എന്തായാലും മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ വീണ്ടും ആരോപണം വന്നിരിക്കുകയാണ്. ഭാര്യയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ യാതൊരു കൂസലുമില്ലാതെ തന്നെ മന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണ്, മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനത്തിൻ്റെ ഒരു ഇമേജ് ഒരു വശത്തുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതാദ്യമല്ല, മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ രണ്ടായി വരുമ്പോൾ അത്തരത്തിലൊന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെയും കരിവാരി തേക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഇമേജുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും KB ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ, രാഷ്ട്രീയ നേതാവിനെ വരും കാലങ്ങളിൽ സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന്
ജനം തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും ഡിസിഷൻ എടുക്കുന്നത് ജനങ്ങളായിരിക്കും. ജനങ്ങളുടെ കോടതിയിലെ വിധിയെഴുത്ത് തിരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനു മുൻപ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മുന്നണിയുടെ നേതൃത്വം ഏത് തരത്തിലായിരിക്കും തീരുമാനമെടുക്കുന്നത് എന്നുകൂടി നമുക്കറിയാനുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചർച്ച ചെയ്ത പുതുതലമുറയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചുമുള്ള ഒരു കാര്യമുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിലും ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചർച്ചകളുമായും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ ഭാവി എന്താണ് എന്ന് കാലം തെളിയിക്കുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് കേരളത്തിലെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ രണ്ടും ചേരുമ്പോൾ 4 അല്ല എന്ന് നമുക്ക് പണ്ടേ തന്നെ മനസ്സിലായ കാര്യമാണ്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.